നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുഴപ്പമില്ല മാഡം, ഒരു സർവന്റിന് ഓക്കെയാണ്. അപ്പോ പല്ലവി ഇത് ഏറ്റെടുക്കല്ലേ? ഇല്ല മാഡം, പല്ലവി അല്ല മാഡം, പങ്കജം. പങ്കജം ഈ ജോലി ഏറ്റെടുക്കാം. ഈ നിമിഷം മുതൽ ഞാൻ പല്ലവി അല്ല മാഡം, പങ്കജമാ. സത്യഭാമയുടെ വീട്ടിൽ ഇനി എന്ത് നടക്കണമെന്ന് മാഡം പറഞ്ഞാ മതി. പങ്കജം അത് നിറവേറ്റി തന്നിരിക്കും. ഇല്ല, പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മതി. ചേച്ചി നേരത്തെ എത്തിയോ? പിന്നെ എത്താതിരിക്കാൻ പറ്റുമോ? നമ്മുടെ കുട്ടിയുടെ കല്യാണം അല്ലേ? ആ ശരി ശരി. എന്നാ ഞങ്ങള് പൊയ്ക്കോട്ടെ. അവരിങ്ങ എത്തിയില്ലല്ലോ മോനെ. ആ സമയം 9:30 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആന്റി. 10:30 കഴിഞ്ഞിട്ടാണല്ലോ മുഹൂർത്തം. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ ഒരുക്കത്തിന്റെ കാര്യം ആന്റിക്ക് അറിയാലോ. കല്യാണത്തിനാണെങ്കിൽ പിന്നെ പറയും വേണ്ട. മോന്റെ ഹോട്ടലിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് ഇങ്ങോട്ട്? കാരണമാകുമ്പോ ഒരു 10 മിനിറ്റ്. പിന്നെ രോഹിത്ത് ഒപ്പം ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഓടിച്ചിങ് എത്തിയോളൂ. എന്തായാലും മോന്റെ ഹോട്ടൽ ഉണ്ടായതൊരു സൗകര്യമായി. ബ്യൂട്ടീഷ്യൻ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ കിട്ടുമല്ലോ. ആ ശരിയാ. നോക്കേ അവരെത്തറേ, നമുക്ക് അവിടെ നിന്നാലോ? ഓ അതാണ്, ചൂടാണ് സഹിക്കാൻ പറ്റാതെ. ദേ അവരിങ്ങ എത്തിയല്ലോ. ഇറങ്ങടി കള്ളിപ്പൂച്ച ഇങ്ങോട്ട്. അതിന്റെ ഇടയിൽ പേരുമാറ്റലൊക്കെ കിടന്നോ? ഞാൻ കള്ളിപ്പൂച്ചെന്ന് വിളിച്ചതാണോ? ആ എന്റെ പൊന്ന് വിഷ്ണുവേട്ടാ, ശാരികേച്ചിയുടെ കല്യാണത്തലേന്ന് രാത്രി ഇവള് എന്ത് വീമ്പളക്കലായിരുന്നറിയോ? കുഞ്ഞേച്ചി പറയട്ടെടി, കല്യാണം പോലുള്ള ബോറം പരിപാടികൾക്കൊന്നും ഇവളിപ്പോ ഇല്ല. പഠിച്ച് വലിയൊരു നിലയിലെത്തണം, സ്വന്തം കാലിൽ നിക്കണം, അത് കഴിഞ്ഞ് കല്യാണത്തെ പറ്റി ആലോചിക്ക പോലും ചെയ്യുള്ളൂന്ന് അല്ലടി? അപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഇത് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെയാന്ന്. ഒരു ചെക്കൻ പിന്നാലെ വന്നപ്പോഴേ പെണ്ണിന്റെ മനസ്സ് മാറിയത് കണ്ടില്ലേ? എന്റെ പൊന്നര കള്ളി പൂച്ച. ഒന്ന് പോകും ചേച്ചി, അമ്മയൊക്കെ പോവും. ഓ പോട്ടെ. എന്റെ പൊന്നു ബ്രോ, ഇനി മുതൽ ഈ പണിക്ക് മാത്രം എന്നെ വിടല്ലേ. ഒരു മല പൊട്ടിച്ചു വേണമെങ്കിൽ ഈ കാൽക്ക കൊണ്ടുവന്ന് വെക്കാം. പക്ഷേ പെണ്ണുങ്ങളെ കല്യാണത്തിന് ഒരുക്കി കൊണ്ടുവരാൻ സഹായിയായി നിൽക്കാൻ മാത്രം പറയല്ലേ ബ്രോ. പൊട്ട്, ചാന്ത്, കൺമഷി എല്ലാത്തിനും പിന്നാലെ ഓടി ഉത്സവപ്പറമ്പി വളക്കച്ചവടം നടത്തുന്ന ആളുടെ ആ അവസ്ഥയിലായി ഞാനിപ്പോ. അയ്യടാ, ആനെ കൂടെ തടി പിടിപ്പിക്കാൻ ഇതിനേക്കാൾ എളുപ്പമോ? അത് ഒരാൾക്ക് മാത്രമാണോ? 3 എണ്ണത്തിനും വേണം മേക്കപ്പ്. കല്യാണം കഴിഞ്ഞതാന്ന് ഒരു വിചാരം പോലും ഇല്ല ഇതുങ്ങൾക്ക്. കല്യാണം കഴിഞ്ഞെങ്കിൽ എന്താ, കല്യാണം കൂടാൻ വരുന്നവര് പെണ്ണിന്റെ ചേച്ചിമാരെ നോക്കും. അവരിങ്ങനെ തിളങ്ങി നിന്ന അമ്മയ്ക്ക് ഒരു ഗമയ. 3 സുന്ദരി കുട്ടികളുടെ അമ്മയാണെന്നുള്ള ക്രെഡിറ്റ്. അയ്യോ, അമ്മയ്ക്കും കൂടെ കുറച്ച് മേക്കപ്പ് ഇടായിരുന്നു. അയ്യടാ, ഒന്ന് പോടി ഇവിടുന്ന്. അല്ല, ദീപക്കും വീട്ടുകാരെ എത്തിയില്ലേ മോനെ ഇതുവരെ? ഇല്ല, അതാ ഞാനും നോക്കുന്നേ. അത് പറഞ്ഞ പോലെ അവരാണല്ലോ ആദ്യം വരേണ്ടത്. എങ്ങോട്ടാ പോന്നെ? അരവിന്ദ, അവരെയും കൂട്ടി കയറ്. ആ, നിങ്ങളെന്ന് കയറിക്കോ. എന്നാ പോട്ടെ ബോസേ. താഴെ നിൽക്കണം. ഇയാളെ ലൈസൻസും വണ്ടിയുടെ പേപ്പറും ഒന്ന് എടുത്തേ. സാറിന് എല്ലാം കാണണം അല്ലേ?
ഇത് നമ്മുടെ ഏരിയ ബോസാറേ. ഇലക്ഷൻ ആയതുകൊണ്ട് പിള്ളേരെല്ലാം ചുറ്റുവട്ടത്തുണ്ട്. ഉച്ചത്ത് ഞാനൊരു വിളി വിളിച്ച സാറിന്റെ വണ്ടിയുടെ പേപ്പറും സാറിന്റെ പേപ്പറും ഒക്കെ കാണിച്ചിട്ടേ അവര് വിടൂ. സർക്കാരിന് നാണക്കേടുണ്ടാക്കാൻ ചുമ്മാ വെയിൽ കൊള്ളാതെ ചന്ദ്രബോസ് സാറേ. ചന്ദ്രബോസ് വെച്ച ചെക്ക് മാറിയ സ്ഥിതിക്ക് ഇയാളെ കൊണ്ട് തന്നെ ഞാൻ എന്റെ കാർ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരിച്ചോളാം. അപ്പൊ ഞാൻ പറഞ്ഞു തരാം കായൽ റാണി ആരുടെ അമ്മായിയമ്മയുടെ വകയാണെന്ന്. വാ. ഭഗവാനെ, എന്റെ ദീപകിന്റെ കൂടെ സന്തോഷത്തോടും സമാധാനത്തോടും ഒരുപാട് കാലം ജീവിക്കാനുള്ള വരം തരണേ. അവനും എനിക്കും ഇടയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുതേ. അങ്ങനെ വരുന്നവരെ നീ തന്നെ തട്ടിമാറ്റിക്കളയണേ. ശ്യാമേ, എന്താ രോഹിത്? ഇയാളോടൊരു സോറി പറയാൻ വന്നതാ. എന്തിന്? അല്ല, അന്നത്തെ ആ സംഭവം. രോഹിത് എന്തിനാ ഇപ്പൊ ഈ വിഷയം എടുത്തിട്ടത്? അതും ഈ സമയത്ത്? അല്ല, അതിനുശേഷം ഇയാളെ കണ്ട് ഒറ്റയ്ക്കൊന്നും സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയില്ല. ഞാനത് മറക്കാൻ ശ്രമിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഒരു ദുസ്വപ്നം മാത്രമായിരുന്നു അത്. അതല്ല, മാപ്പ് പറയാൻ മാത്രം കുറ്റബോധം രോഹിത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ രോഹിത് അത് മനഃപൂർവ്വം ചെയ്തു എന്ന് അതിനർത്ഥം. ശ്യാമേ, ഞാൻ ശ്യാമേ, ദേ അമ്മ വിളിക്കുന്നുണ്ട്. ശ്യാമേ, ഞാൻ മനഃപൂർവ്വം ചെയ്തൊന്നുമല്ല. അങ്ങനൊരു ബോധം മനസ്സിലുണ്ടെങ്കിൽ അത് മറ്റാരെയും ബോധ്യപ്പെടുത്തണമെന്നില്ല, ഈ എന്നെ പോലും. ഇങ്ങനെയൊരു സംസാരം പോലും നമുക്കിടയിൽ നടന്നിട്ടില്ല എന്ന് വിചാരിക്കാനാ എനിക്കിഷ്ടം. അത് മറന്നേക്ക് രോഹിത്. ശ്യാമേ വന്നേ, അവിടെ എല്ലാരും നിന്നെ അന്വേഷിക്കുന്നു. ആ, എന്താടി നിന്റെ പ്രസരിപ്പും ചൊടിയൊക്കെ പെട്ടെന്നങ്ങ് പോയല്ലോ. ഏയ് ഒന്നുമില്ല അമ്മേ. എന്തായിരുന്നു രോഹിതുമായിട്ടൊരു തർക്കം? തർക്കോ? രോഹിത് ഒരു ആശംസ പറയാൻ വന്നതാ. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.